ഗുഡ് മോർണിംഗ് മക്കളെ. എന്നാ ഉണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നില്ലേ? വെക്കേഷനൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടോ? അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇച്ചിരി പഠിക്കാൻ കൂടെ ചെയ്യാവുന്നേ. അപ്പോൾ സ്കൂൾ തുറക്കുമ്പോൾ എളുപ്പമാകത്തില്ലേ? മിസ്സുമാർ പറയുമ്പോൾ പെട്ടെന്ന് അങ്ങ് മനസ്സിലാവും. പെട്ടെന്ന് നമ്മൾ ഈസി ആയിട്ട് ആദ്യം തന്നെ പ്രോബ്ലം ഒക്കെ ചെയ്ത് മിടുക്കരായിട്ടിരിക്കത്തില്ലേ? അത് വലിയൊരു കാര്യമില്ലേ? എനിക്കതൊക്കെ ഇഷ്ടമാണ്. ഓക്കെ, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി തന്നെയാണ്. അതിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓവർ സബ്ട്രാക്ഷനാണ് ഇപ്പം ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ എന്താ ചെയ്തത്? അഡീഷനാണ് ചെയ്തത്. മൾട്ടിപ്ലിക്കേഷൻ ഓവർ അഡീഷൻ. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരട്ടെ. എനിക്ക് എ ഇൻറ്റു ബി പ്ലസ് സി ആയിരുന്നു ചെയ്തത്. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് എ ഇൻറ്റു ബി മൈനസ് സി ചെയ്യാൻ പോകുന്നത്. ആ വ്യത്യാസമേ ഉള്ളൂ. ഇത് ചെയ്തപ്പോൾ എങ്ങനെ എഴുതിയത് നിങ്ങൾ? എ ഇൻറ്റു ബി, ഇതിൻ്റെ ഇടയ്ക്കത്തെ സൈൻ എന്നായിരുന്നു? പ്ലസ് ആയിരുന്നു. എ ഇൻറ്റു സി. അപ്പോൾ അത് സബ്ട്രാക്ഷൻ ആകുമ്പോൾ ആ സൈൻ മാറുമെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ എ ഇൻറ്റു ബി മൈനസ് എ ഇൻറ്റു സി. ബാക്കി എല്ലാം സെയിമാണ് മക്കളെ. നമുക്ക് ചെയ്തു തുടങ്ങിയാലോ? ഓക്കെ, ഞാൻ 3 പ്രോബ്ലം എഴുതിയിട്ടിട്ടുണ്ട്. ഇതുപോലെ തരും ക്വസ്റ്റ്യൻ, ഇങ്ങനെ തരും. എന്നിട്ട് നിങ്ങളോട് ഇത് കാൽക്കുലേഷൻ, നമ്മളിപ്പോൾ അടുത്ത എക്സസൈസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ് തരുന്നത്. എന്നിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കാണുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും, ഓ ഇറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. ഓക്കെ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ നമുക്ക് ഇവരിങ്ങനെ അല്ലേ? ഇങ്ങനെ ആദ്യം, പിന്നെ എങ്ങനെയാ ഇവർ തന്നെ ആദ്യം 4 × 3 എന്നിട്ട് ഇവരുടെ ഇടയ്ക്ക് എടുക്കുന്ന സൈൻ ശ്രദ്ധിക്കണം. എത്രയാ മക്കളെ? മൈനസ്. മുദ്ര ശ്രദ്ധിക്കണം എന്ന് പറയത്തില്ലേ നമ്മുടെ സൈൻ? അതേപോലെ ഇവിടുത്തെ സൈൻ ശ്രദ്ധിക്കണം കേട്ടോ. അടുത്തത് 4 × 8. അടുത്തത് 4 × 8. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യാം. 4 × 3 12 ഈ സൈൻ. 8 × 4 32 ആണോ? ഓക്കെ, ചെയ്തേ. ഇത് പ്ലസ്. നമ്മളിനി അങ്ങനെയൊക്കെയാണ് നോക്കുന്നത്, അല്ലാതെ വലുതിന് ചെറുത് കുറയ്ക്കുക അങ്ങനെയൊക്കെയാണ്. അല്ല, ഇത് പ്ലസ്, ഇത് മൈനസ്. പ്ലസ് മൈനസും വന്നാൽ എന്ത് ചെയ്യും? സബ്ട്രാക്ട് ചെയ്യും. സബ്ട്രാക്ട് ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെ കിടന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഇതിന്റെ സൈൻ ഏതാ? ഇത് ആർക്കുള്ളതാ? ഈ മൈനസ് സൈൻ സബ്ട്രാക്ഷന്റെ മൈനസ് ആണോ അതോ ഇതിന്റെ സൈൻ ആണോ? എന്തൊക്കെ സംശയം തോന്നിയാൽ നമ്മൾ ഉടനെ എന്നാ ചെയ്യുമെന്നാ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ പഠിച്ചു, സബ്ട്രാക്ഷൻ വരുമ്പോൾ നമ്മളെപ്പോഴും അഡിറ്റീവ് ഇൻവേഴ്സ് കാണുന്നല്ലേ? അഡിറ്റീവ് ഇൻവേഴ്സ് ഓർക്കുന്നുണ്ടോ? അഡിറ്റീവ് ഇൻവേഴ്സ് എവിടെ തൊട്ടാണ് എഴുതുന്നത്? ഇവിടെ തൊട്ട്. അപ്പൊ ഇത് ഓൾറെഡി ഇവിടെ കിടപ്പുണ്ട് 12. അത് പ്ലസ് സൈൻ ആണ്. ഇവിടെ തൊട്ട് സൈൻ മാറുക. ഈ മൈനസ് സൈൻ എന്നാകും? പ്ലസ് ആകും. പിന്നെ 32ന്റെ സൈൻ എന്നായിരുന്നു? പ്ലസ് ആയിരുന്നു. അതെന്നാകും? -32. കണ്ടോ? ഇനിയിപ്പോൾ സംശയം മാറിയില്ലേ? +12നെയും -32നെയും കൂടെ ആഡ് ചെയ്യാൻ. ഇങ്ങനെ കിടന്നാൽ നിങ്ങൾക്ക് സംശയമാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ ഇച്ചിരി കഴിയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് കാണുമ്പോൾ ഓ ഇത് പ്ലസ് ഇത് മൈനസ് അങ്ങനെ അങ്ങ് ചെയ്യും. പക്ഷെ ഇപ്പൊ ചിലപ്പോൾ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ എന്നാ ചെയ്യണം? മൈനസ് സൈൻ കണ്ടാൽ, അതായത് സബ്ട്രാക്ഷൻ ആണ് കാൽക്കുലേഷൻ വന്നെങ്കിൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ്. ഇത് പ്ലസ് ആകും, ഇത് +32 ആണ്, അത് -32 ആകും. നോക്കി, ഇനി ഒരു പ്ലസും മൈനസും ആഡ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് അറിയാം. പ്ലസും മൈനസും വന്നാൽ സബ്ട്രാക്ട് ചെയ്യും. 0 1 അല്ല 2 സോറി അല്ലേ? 2. എന്നിട്ട് ആരുടെ സൈൻ? ഇതിന്റെ സൈൻ -20. കിട്ടിയില്ലേ മക്കളെ? അപ്പം ഇത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ചെയ്തപ്പോൾ ആൻസർ എത്ര കിട്ടി? -20 കിട്ടി. ഇനി അല്ലാതെ ചെയ്താൽ ആൻസർ -20 തന്നെ കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ. അല്ലാതെ തന്നെ ഇട്ടാ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ. അപ്പൊ ആദ്യം നമ്മൾ അങ്ങനെ ചെയ്യുമായിരിക്കും. ആദ്യം നോക്കിയേ, 4 × ഇവർ തമ്മിൽ ഇത് നോക്ക്. ഇവിടെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഉപയോഗിക്കാം അല്ലേ? ഇത് ഞാൻ റബ്ബ് ചെയ്യുവാണ്. നിങ്ങൾ അല്ലാതെ ചെയ്യാൻ പോവാന്ന് വിചാരിച്ചോ. ഇതാ അല്ലാതെ ചെയ്യാൻ പോവാണെങ്കിൽ എന്നാ ചെയ്യും? ആദ്യം 4 × ഓക്കെ, ഇത് സബ്ട്രാക്ഷൻ കിടക്കുന്നു. ഉടനെ നമ്മൾ എന്ത് പ്രയോഗിക്കും? ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. അതിൽ ആര് കിടക്കുന്നു? 3 അവിടെ കിടപ്പുണ്ട്. ഇവിടെ തൊട്ട് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഇവിടെ തൊട്ട് സൈൻ മാറുക. ഈ മൈനസ് സൈൻ എന്നാകും? പ്ലസ്. ഇത് +8 ആയിരുന്നു, -8 ആയി. ഇത് പ്ലസ്. ഓക്കെ, ഇപ്പൊ നോക്കിയേ, 4 × ഒരു പ്ലസും മൈനസും കൂടെ ആഡ് ചെയ്യാൻ വന്നു. എന്ത് ചെയ്യും? പ്ലസും മൈനസും കൂടെ ആഡ് ചെയ്യുമ്പോൾ സബ്ട്രാക്ട് ചെയ്യും. 5. എന്നിട്ട് വരുന്നതിന്റെ സൈൻ -5. ഇനി ഇത് മൾട്ടിപ്ലൈ ആയാലോ? 5 × 4 20 +4 -5. അപ്പൊ എത്ര വരും? പ്ലസും മൈനസും മൾട്ടിപ്ലൈ ചെയ്താൽ -20. സെയിം കിട്ടിയില്ലേ? അപ്പൊ 2 രീതിയിൽ ചെയ്താൽ നമുക്ക് സെയിം ആൻസർ കിട്ടും. അപ്പൊ നമ്മൾ മുമ്പ് ഇതിന് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ചെയ്യുന്ന കണ്ടു. അത് ചെയ്തപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടി? -20. ഇനി നമുക്ക് അടുത്ത് ചെയ്ത് നോക്കാം. ഏതാണ്? ആദ്യം നമുക്ക് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ചെയ്യാം, അതിന് ശേഷം അപ്പുറത്തോട്ട് പോകും കേട്ടോ. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ചെയ്യുമ്പോൾ ആദ്യം ഇവർ തമ്മിൽ -5 × -4
-5 -4 കൂടെ മൾട്ടിപ്ലിക്കേഷൻ. പിന്നെ ഏത് സൈൻ? മൈനസ് സൈൻ. പിന്നെ എന്നാ വരും? -5 ഇൻറ്റു -6. ഓക്കെ. 5 ഇൻറ്റു 4 20. 2 മൈനസ് തമ്മിൽ മൾട്ടിപ്ലിക്കേഷൻ, ആൻസർ പ്ലസ് സൈൻ കൊടുത്തു. 5 ഇൻറ്റു 6 30. 2 മൈനസ് തമ്മിൽ വന്നാൽ എന്താവും? മൾട്ടിപ്ലൈ ചെയ്താൽ 2 മൈനസ് തമ്മിൽ മൾട്ടിപ്ലിക്കേഷൻ പ്ലസ് സൈൻ. അപ്പോൾ ഇതും പ്ലസ് ആണ്, ഇതും പ്ലസ് ആണ്. ഓക്കെ. മൈനസ് വന്നു, ഇവിടെ മൈനസ് വന്നു. അപ്പോൾ നമ്മൾ ഉടനെ എന്നാ ചെയ്യും? നമ്മുടെ അഡിറ്റീവ് ഇൻവേഴ്സ് കാണും. അതായത് ഇവിടെ +20 അതുപോലെ എഴുതുക. ഇവിടെ തൊട്ട് മാറുക. ഈ മൈനസ് എന്നാകും? പ്ലസ് ആകും. -30 ആയിരുന്നു, സോറി +30 ആയിരുന്നു, അതിൻ്റെ സൈൻ മാറി -30 ആയി. കണ്ടോ മക്കളെ? ഒരു പ്ലസും ഒരു മൈനസും ആഡ് ചെയ്യാൻ വന്നാൽ സബ്ട്രാക്ട് ചെയ്തിട്ട് എന്തിൻ്റെ സൈൻ കൊടുക്കും? വലുതാര -10. മനസ്സിലാകുന്നുണ്ടോ? ഈ നമുക്ക് അല്ലെങ്കിൽ എന്ത് നോക്കിയേ, നിങ്ങൾക്ക് അല്ലാതെങ്കിൽ ചെയ്യാൻ അറിയാം, നിങ്ങൾ ഇച്ചിരി കഴിയുമ്പോൾ ചെയ്തോളും കേട്ടോ. ഇത് +20, ഇത് നമുക്ക് ആൻസർ എങ്ങനെയാണ് വന്നത്? ഇത് +20 എന്ന് വന്നു, 20 -30 എന്ന് വന്നു. ചിലപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും, ഇത് ആഡ് ചെയ്യണോ സബ്ട്രാക്ട് ചെയ്യണോ, ഈ മൈനസ് സൈൻ ആരുടെയാണ്, അങ്ങനെയൊക്കെ വരും. ഈ മൈനസ് നമുക്ക് ഇവിടുത്തെ സബ്ട്രാക്ഷൻ്റെ സൈൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ ഉടനെ എന്ത് ചെയ്തു? നിങ്ങൾക്ക് എളുപ്പമാക്കാൻ എപ്പോഴും ഓർക്കണം, സബ്ട്രാക്ഷൻ മാത്രമേ നമ്മൾ അഡിറ്റീവ് ഇൻവേഴ്സ് കാണത്തുള്ളൂ കേട്ടോ. ഇത് കണ്ടോ? മൈനസ് സൈൻ, അത് പ്ലസ് ആകും. +30 ആയിരുന്നു, -30 ആയി. രണ്ടുകൂടെ കാൽക്കുലേറ്റ് ചെയ്ത് -10 വന്നു. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ചെയ്തപ്പോൾ. ഇനി അല്ലാതെ ചെയ്തപ്പോഴോ? അല്ലാതാണെങ്കിൽ എങ്ങനെയായിരിക്കും വരുന്നത്? ഇതാണ് -5 ഇൻറ്റു വരുന്നത്. ഓക്കെ. -10 ആയിരുന്നു ആൻസർ. ഇവിടെ ചെയ്ത് കാണിക്കാം. അല്ലാതെ ചെയ്യുവാണെങ്കിൽ -5 ഇൻറ്റു ബ്രാക്കറ്റിലുള്ളത് ചെയ്യാം. ഇത് നോക്കിയേ, 2 മൈനസ് സൈൻ, -4ഉം -6ഉം അവരെ തമ്മിൽ എന്ത് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്? സബ്ട്രാക്ഷൻ ചെയ്യാം. അപ്പം നമ്മൾ പഠിച്ചു എപ്പോഴും സബ്ട്രാക്ഷൻ നമുക്ക് പാടാണ്, നമുക്ക് അഡീഷനാണ് എളുപ്പം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ തുടങ്ങി ഇവരുടെ അഡിറ്റീവ് ഇൻവേഴ്സ് കാണും. അപ്പം ആദ്യത്തെ അതുപോലെ എഴുതി, -4 അതുപോലെ തന്നെ എഴുതി. ഇവിടെ തൊട്ട് സൈൻ മാറുക. ഈ മൈനസ് സൈൻ മാറി പ്ലസ്, ഈ സൈന് മാറും. -6 ആയിരുന്നത് +6 ആയി. കണ്ടോ? നോക്കിയേ, -5 ഇൻറ്റു, ഇനി ബാക്കി കാൽക്കുലേഷൻ ചെയ്തേ. ഒരു മൈനസും ഒരു പ്ലസും കൂടെ ആഡ് ചെയ്യാൻ വന്നു. പ്ലസും മൈനസും വന്നാൽ എന്ത് ചെയ്യും മക്കളെ? സബ്ട്രാക്ട് ചെയ്യും. കണ്ടോ? എന്നിട്ട് വലുതിൻ്റെ സൈൻ, എന്ത് സൈനാണ് കൊടുത്തത്? പ്ലസ് സൈൻ. കണ്ടോ? പ്ലസ് സൈൻ കൊടുത്തു. അപ്പോൾ 5 ഇൻറ്റു 2 എത്രയാണ്? ഇനി മൾട്ടിപ്ലിക്കേഷൻ അതിനകത്ത് വരുന്നതല്ലേ? 5 ഇൻറ്റു 2 10, മൈനസും പ്ലസും കൂടെ ആണ്. അപ്പം -10. സെയിം ആൻസർ തന്നെ വന്നു. മനസ്സിലായോ? മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യുന്നതെങ്കിൽ ബ്രാക്കറ്റ് ഇട്ടും ചെയ്യാം, നമുക്ക് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഇട്ടും ചെയ്യാം. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ആകുമ്പോൾ ഇച്ചിരി കൂടെ എളുപ്പമായി അല്ലേ? ഓക്കെ. ഇത് ഒരെണ്ണം കൂടെ ചെയ്ത് കാണിക്കാവേ. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയിൽ ചെയ്ത് കാണിക്കാം. ഞാൻ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ചെയ്തിട്ട് മറ്റേ രീതി ചെയ്താലും ആൻസർ സെയിം കിട്ടുമെന്ന് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. ഓക്കെ. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എങ്ങനെയാണ്? ഇവർ തമ്മിൽ -9 ഇൻറ്റു 10. ഓക്കെ. ഏത് സൈൻ? മൈനസ് സൈൻ. പിന്നെ എന്താണ്? -9 ഇൻറ്റു -3. കേട്ടോ? മൾട്ടിപ്ലൈ ചെയ്ത് 10 ഇൻറ്റു 9 90. ഇത് മൈനസ് പ്ലസ്, മൈനസും പ്ലസും മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ മൈനസ്. പിന്നെ ഈ സൈൻ ഏതാ? ഈ നെഗറ്റീവ് സൈൻ കൊടുത്തു. 9 ഇൻറ്റു 3 27. 2 മൈനസ് തമ്മിൽ ചെയ്താൽ പ്ലസ്. അപ്പം +27 ആയി. പക്ഷേ നമുക്കിവിടെ എന്താ സംബന്ധിക്കുന്ന സൈൻ? സബ്ട്രാക്ഷൻ ആണ്. സബ്ട്രാക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഉടനെ എന്ത് കാണും? ആഡിറ്റീവ് ഇൻവേഴ്സ്. ഇവിടെ തൊട്ട് മാറുക. അപ്പം -90 അതുപോലെ തന്നെ എഴുതി. ഇത് മാറും, ഇത് പ്ലസ് സൈൻ ആകും. ഇതെന്ത് സൈൻ ആയിരുന്നു? +27 ആയിരുന്നു, അത് -27. കണ്ടോ? 2 മൈനസ് വന്ന് തന്നെ ചെയ്യും? 2 മൈനസ് ആഡ് ചെയ്യാൻ വന്നാൽ ആഡ് ചെയ്തിട്ട് മൈനസ് സൈൻ കൊടുക്കും അല്ലേ? 170 -170 എന്നായിരിക്കും ഇതിന്റെ ആൻസർ. കണ്ടോ മക്കളെ? ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ചെയ്യുന്ന എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഓക്കെ. അതിനകത്ത് സബ്ട്രാക്ഷൻ വരുമ്പം സബ്ട്രാക്ഷൻ്റെ കേസിൽ നമ്മൾ എന്തുകൂടെ ചെയ്ത് കൊടുക്കണം? അഡിറ്റീവ് ഇൻവേഴ്സ് കൂടെ ചെയ്താലേ നിങ്ങൾക്ക് എളുപ്പമാകത്തുള്ളൂ. മനസ്സിലാകത്തില്ലേ? ഓക്കെ. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് ഇങ്ങനെ ചെയ്താലും മറ്റേ രീതിയിൽ ചെയ്താലും സെയിം ആൻസർ ആണോ നോക്കണോ? നോക്കാം. എങ്ങനെ ചെയ്താൽ? ഇതുപോലെ ചെയ്താൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാതെ. അപ്പോൾ -9 ഇൻറ്റു ഇവരൊന്ന് നോക്കി,
സബ്ട്രാക്ഷൻ വന്ന ഉടനെ നമ്മൾ എന്ത് കാണണം? അഡിറ്റീവ് ഇൻവേഴ്സ്. ഇത് അതുപോലെ തന്നെ എഴുതി ഇവിടെ തൊട്ട് മാറും. ഈ മൈനസ് സൈൻ പ്ലസ് ആകും, ഈ മൈനസ് സൈനും +3 ആകും. കണ്ടോ? -9 ഇൻറ്റു +10ഉം +3. അപ്പം എത്ര വരും? ആഡ് ചെയ്യണം. 13. ഇനി 13 ഇൻറ്റു 9 എത്രയാ? 117 കിട്ടിയല്ലോ. മൈനസും പ്ലസും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ മൈനസ്. കണ്ടോ? -117. രണ്ട് രീതി ചെയ്തപ്പോഴും സെയിം ആൻസർ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ മനസ്സിലായില്ലേ? ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഇവിടെ സബ്ട്രാക്ഷനിലുള്ളതാണ്. മൾട്ടിപ്ലിക്കേഷൻ ഓവർ സബ്ട്രാക്ഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷൻ ഓവർ അഡീഷൻ നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തു. അത് അഡീഷൻ ആയിട്ട് നമുക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്തങ്ങ് പോയാൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ സബ്ട്രാക്ഷൻ ആണ് മക്കളെ വരുന്നത്. സബ്ട്രാക്ട് ചെയ്യാൻ വരുമ്പോൾ നിങ്ങൾക്ക് സംശയം വരാതിരിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? ഈ അഡിറ്റീവ് ഇൻവേഴ്സ് കണ്ട് ഇവിടെ തൊട്ട് നമ്മൾ അഡിറ്റീവ് ഇൻവേഴ്സ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. ഓക്കെ, ഈ പ്രോബ്ലംസ് ഒന്ന് ചെയ്ത് നോക്കണം. ഇതൊന്ന് കണ്ടിട്ട് നിങ്ങൾ ഇതേപോലെ ഒന്ന് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ മക്കളെ. ഒരു 2 പ്രാവശ്യം നിങ്ങൾ ചെയ്ത് പഠിക്കണം. ഇപ്രാവശ്യം കാണാനല്ല ഞാൻ പറയുന്നത്, ഒരു പ്രാവശ്യം കണ്ടാൽ മതി. കണ്ടിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ വേണ്ടല്ലേ 2 പ്രാവശ്യം കാണാൻ, എന്നിട്ട് 1 പ്രാവശ്യം ചെയ്യുക. അതായിരിക്കും നല്ലത്. 1 പ്രാവശ്യം ചെയ്യുമ്പോൾ നിങ്ങളത് പഠിക്കും. തെറ്റട്ടെന്നേ ഞാൻ എപ്പോഴും പറയും. തെറ്റിയാലേ നിങ്ങൾ പഠിക്കത്തുള്ളൂ. തെറ്റിയിട്ട് വരുമ്പോഴത്തേക്കും നിങ്ങളത് പിന്നെ കറക്റ്റ് ചെയ്യുമ്പോൾ അത് ഒരിക്കലും മറക്കത്തില്ല മക്കളെ. അപ്പം ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ മക്കളെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.